മിസ്റ്റർ ഷാജഹാനുമായുള്ള എൻ്റെ സംഭാഷണത്തിൻ്റെ ആദ്യ ഭാഗം ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് കണ്ടു നോക്കുക. ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഇനി തുടർന്ന് കേൾക്കാം മിസ്റ്റർ ഷാജഹാനുമായുള്ള സംഭാഷണം. നിയമങ്ങൾ കേരളത്തിലാണ് പ്രാബല്യത്തിൽ വരുന്നതെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെയാണ് നമ്മളുടെ ഇവിടുത്തെ ആക്സിഡന്റ് റേറ്റും. നമ്മൾ മോശമല്ല, വളരെ മുന്നിൽ പോയി ആക്സിഡന്റിന്റെ കാര്യത്തിൽ കേരളം വളരെ മോശമാണ്. ഞാൻ അത്ഭുതപ്പെടുന്നത് ഈ ലോക്ക്ഡൌൺ പീരീഡ് 1.5 മാസത്തിനിടയിൽ 150 ആക്സിഡന്റ് ഉണ്ടാക്കി കേരളത്തിൽ. ലോക്ക്ഡൌൺ പീരീഡ് ഇപ്പോ ലോക്ക്ഡൌണില് വണ്ടി ഓടാത്ത സമയത്ത് പോലും ആക്സിഡന്റും മരണവും ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ അത് ഒരു വലിയൊരു നഷ്ടമാണ് കേരളത്തിന്. നഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും ശ്രദ്ധിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത്രയൊക്കെ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടും നമ്മളിപ്പോഴും പഠിച്ചിട്ടില്ല, നമ്മളെ മനസ്സിലാക്കുന്നില്ല. ഡ്രൈവിംഗ് സംസ്കാരത്തിലേക്ക് നമ്മളിപ്പോഴും എത്തിയിട്ടില്ല. അതിന് വളരെയേറെ കഷ്ടപ്പെടേണ്ടി വരും. എല്ലാവരും അതിലേക്ക് വരേണ്ടി വരും. ഞാൻ എന്റെ വ്യൂവേഴ്സ്, ഇപ്പൊ നിങ്ങൾ തന്നെ ഇന്റർവ്യൂ ചെയ്യാൻ വരുന്നവരാണ്. നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യാൻ വരുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുക എന്ന് ഉദ്ദേശിച്ചത് എന്നെ കേൾക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് അങ്ങനെ എന്തുകൊണ്ട് നമുക്ക് അതിന് സാധിക്കില്ല? നമുക്ക് സാധിക്കും. ഓരോരുത്തരും വിചാരിക്കുകയാണ് ഞാൻ ഇന്ന് ഡ്രൈവ് ചെയ്യുമ്പോൾ എന്നിൽ നിന്നൊരു തെറ്റും വരില്ല, എനിക്ക് ആ ഡ്രൈവിങ്ങിന്റെ സമയത്തുള്ള അഹങ്കാരം അത് നമ്മളായിട്ട് ഒഴിവാക്കി മാറ്റി അഹങ്കാരമൊക്കെ വീട്ടിലെടുത്ത് വെച്ചിട്ട് പോയാൽ മതി. കാരണം എവിടെ അത്തരം അഹങ്കാരങ്ങൾ കാണിച്ചിട്ടുണ്ടോ അവരൊക്കെ ആക്സിഡന്റിലേക്ക് വരും. പ്രത്യേകിച്ച് ഞാൻ ചെറുപ്പക്കാരെ തന്നെയാണ് വീണ്ടും പറയുന്നത്. കാരണം നിങ്ങൾക്ക് ഒരു പക്ഷേ തോന്നും ഞാൻ എന്തോ ഇതില് വല്ലാത്ത സ്പീഡിൽ പോകുന്ന സമയത്ത് ഞാൻ എന്തോ എവിടെയോ എത്തി, ഞാൻ ആരോ ആണെന്ന്. തെറ്റ് തന്നെയാണ്. എനിക്കറിയാം, എന്റെ ഈ വീടിന്റെ മുൻവശത്തിൽ കൂടെ ചിലര് പോകുന്ന സ്പീഡ് കണ്ടെത്തി നമുക്ക് പേടിയാവും, ഭയപ്പെടും. അപ്പൊ ഞാൻ ആ സമയത്ത് ആലോചിക്കും, ഇതെന്താണ് ഇങ്ങനെയൊക്കെ പോകുന്നത്, ഇവർക്ക് വീട്ടിലെത്തേണ്ടേ എന്ന്. അല്ല, നമ്മളെ ഓരോരുത്തരും കരുതാ നമ്മളെ കാത്തവിടെ അമ്മയും അച്ഛനും മക്കളൊക്കെ ഇരിപ്പുണ്ട്. അപ്പൊ ആ ഒരു വിചാരം നിങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം ആപത്തുകൾ നമ്മളിൽ നിന്ന് വരില്ല. റോഡില് ഓവർടേക്ക് ചെയ്യുന്ന ഒരു സ്വഭാവം, ഓവർടേക്ക് ചെയ്യുമ്പോൾ സേഫ് ആയ ഒരു സമയത്ത് മാത്രം ഓവർടേക്ക് ചെയ്യാം. സർക്കാരിന്റെ പേരിൽ തെറ്റുകളുണ്ട് തീർച്ചയായിട്ടും. ആവശ്യത്തിനുള്ള റോഡുകളില്ല. അതൊക്കെ ഞങ്ങളത് എഴുതുന്നുണ്ട്. ഞങ്ങളതിനെ കുറിച്ച് അതും പറയുന്ന ഒരാളാണ്. ഇതിന് പറ്റിയ റോഡ് പല റോഡുകളുടെ ഡിസൈനിങ് തന്നെ തകരാറാണ്. അത് വേണ്ട വിധം പഠിച്ചിട്ട് നാറ്റ്പാക്ക് ഒക്കെ കുറച്ചുകൂടി ശ്രദ്ധിക്കുന്നുണ്ട് അത്തരം കാര്യങ്ങളിലൊക്കെ. വളരെയേറെ ശ്രദ്ധിച്ചാണ് പോകുന്നത്. അപ്പൊ റോഡുകൾ അതിന് വേണ്ട റോഡുകളല്ല, നമുക്ക് ഡിസൈനിങ് തന്നെ മിസ്റ്റേക്ക് ആണ് റോഡുകളിൽ. അപ്പൊ റോഡുകൾ ഇല്ല എന്നുള്ള ഒരു അഭാവം തന്നെയാണ്. നല്ല റോഡുകളിലാണ് അപകടങ്ങൾ കൂടുതൽ വരുത്തുന്നത്. നല്ല റോഡായി വരുമ്പോൾ അപകടങ്ങൾ വീണ്ടും കൂടുകയാണ്. ഇപ്പോഴും ഈ ബൈക്കൊക്കെ പോകുന്ന നമുക്ക് 60 കിലോമീറ്റർ പോകേണ്ട സ്പീഡിൽ പോകേണ്ട റോഡിന് പകരം ഈ 30 കിലോമീറ്റർ സ്പീഡിൽ പോകേണ്ട റോഡിൽ 60 കിലോമീറ്റർ ഓടിയാൽ എങ്ങനെയിരിക്കും? അതാണ് ഇപ്പൊ നമ്മൾ കാണുന്ന ബൈക്കിന്റെ ഒരവസ്ഥ. വലിയ ബസ്സുകൾ അപകടം ഉണ്ടാക്കുന്നുണ്ട്. വലിയ ബസ്സുകളൊക്കെ അപകടം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോ ഇതൊക്കെ അവര് ശ്രദ്ധിച്ചേ മതിയാവൂ. ശ്രദ്ധിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ആപത്തുകളിലേക്ക് വരും. അപ്പൊ റോഡിന്റെ കുറവ്, ഞാനിതൊക്കെ പറയുമ്പോൾ റോഡിന്റെ കുറവും എനിക്കറിയാം. നിങ്ങൾ തന്നെ തിരിച്ച് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമാണ്. നല്ല റോഡ് ആദ്യം ഉണ്ടാക്കുമെന്ന് എനിക്ക് ചോദിക്കാം. തീർച്ചയായിട്ടും നമുക്ക് നല്ല റോഡുകൾ വേണം. റോഡുകൾ ഡിസൈൻ ചെയ്യുമ്പോൾ സിവിൽ എഞ്ചിനീയേഴ്സിനെ അല്ലെങ്കിൽ PWD എഞ്ചിനീയേഴ്സിനെ റോഡ് സേഫ്റ്റിയുടെ പാഠങ്ങൾ കൂടി പഠിപ്പിക്കണം. എന്നിട്ട് റോഡ് ഡിസൈൻ ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ പലയിടങ്ങളിൽ നമുക്കറിയാം, ഒരു നല്ല റോഡ് എന്ന് പറഞ്ഞാൽ അപകടം ഇല്ലാത്ത റോഡ് ഉണ്ടാക്കാൻ, സ്ലിപ്പറി അല്ലാത്ത റോഡ്, അല്ലെങ്കിൽ കർവേച്ചർ വരുമ്പോൾ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്യുക. പിന്നെ ഒന്നാണ്, ഒരു അഭാവമാണ്, ഞാൻ എന്നും സർക്കാരിലേക്ക് ഒക്കെ എഴുതുന്ന ഒരു കാര്യമാണ്, ഇവിടെ നമുക്ക് ബസ് ബേകളില്ല. ആവശ്യത്തിന് ബസ് ബേകളില്ല. ബസ് ബേ എന്ന് ഉദ്ദേശിച്ചാൽ നമ്മൾ എവിടെയെങ്കിലും ഒരു ബസ് വെയിറ്റിംഗ് ഷെഡിന്റെ അടുത്ത് നിർത്തേണ്ട വന്നാൽ അതിന്റെ പിറകെ അടുത്ത ബസ്സും അല്ലെങ്കിൽ ബസ്സോ കാറോ വെയിറ്റ് ചെയ്യണം ആ ബസ് അവിടുന്ന് പോകാൻ വേണ്ടി. അങ്ങനെയല്ല നമുക്ക് വേണ്ടത്. നമുക്ക് മെയിൻ റോഡിൽ നിന്ന് മാറി ബസ് ബേയിലേക്ക് പോയി ആ ബസ് ബേ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ട്രാഫിക് അപ്പൊ കണ്ടിന്യൂസ് നടക്കും. പല റോഡുകളിലും ആവശ്യത്തിന് അത് ചെയ്യുന്നില്ല. അത്
അതാണ് ഇവിടെ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യം. കാരണം ഒരു ഫ്രണ്ടിലുള്ള ഒരു ബസ് നിർത്തിയതിന്റെ പേരിൽ പുറകിലുള്ള വണ്ടികൾ മുഴുവൻ കാത്തു നിൽക്കുമ്പോൾ അവര് എങ്ങനെയെങ്കിലും അതിനെ ഓവർടേക്ക് ചെയ്ത് മുന്നോട്ട് പോകാന്നുള്ള ഒരു വിചാരത്തിലാണ് പല ആക്സിഡന്റുകളും വരുന്നത്. അപ്പൊ അതും സർക്കാരും കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അതുകൂടി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. പിന്നെ പുറത്ത് പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, സമയം കയ്യിൽ പിടിച്ച് പോവാതിരിക്കുക അല്ലെ. സമയം നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു ലാഭം കുറച്ച് മിനിറ്റുകളാണ് ലാഭം ഉണ്ടാവുന്നുള്ളൂ. ആ മിനിറ്റുകളുടെ ലാഭം എന്ന് പറയുന്ന ഒരു ചെറിയൊരു ആക്സിഡന്റ് പറ്റിയാൽ നമുക്ക് ദിവസങ്ങളോ ഒരു പക്ഷെ ജീവിത നഷ്ടം അല്ലെങ്കിൽ ദിവസ നഷ്ടം അത് നമ്മൾ എപ്പോഴും അറിയേണ്ട കാര്യം തന്നെയാണ്. അപ്പൊ അത് തീർച്ചയായിട്ടും വളരെയേറെ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. ഇനിയും ഞാൻ അവസാനം വീണ്ടും പറയുന്ന ഒരു കാര്യം, രക്ഷിതാക്കൾ കുട്ടികൾക്ക് ലൈസൻസ് ഇല്ലാത്ത ഒരു മക്കളെയും നിങ്ങൾ വണ്ടി നിങ്ങളുടെ ഒരു ആവശ്യത്തിനോ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ പുറത്തേക്ക് പറഞ്ഞേക്കാതിരിക്കുക. ഇവരാണ് കൂടുതൽ അപകടം ഉണ്ടാക്കുന്നവർ. എന്നാൽ എത്ര ഭംഗിയായിട്ട് ഡ്രൈവ് ചെയ്യുന്ന നല്ല ഡ്രൈവേഴ്സ് ഇവിടെ നാട്ടിലുണ്ട്. ഒരു അപകടവും പറ്റാത്ത കുറെ ധാരാളം പേരുണ്ട്. അവർക്ക് പോലും ഇത്തരം ലൈസൻസ് ഇല്ലാതെ വരുന്ന അല്ലെങ്കിൽ ഈ അഹങ്കാരം ഡ്രൈവിങ്ങിന്റെ ഒരു സംസ്കാരം ഇല്ലാതെ വരുന്നവര് ഈ നല്ല ഡ്രൈവർമാർക്ക് പോലും ബുദ്ധിമുട്ടുണ്ടാക്കി വരിക. നമ്മളെത്ര ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എതിരെ വരുന്നവർ അപകടകാരികളാണ്. ആ ഒരു വിചാരം നമ്മൾ എപ്പോഴും ഡ്രൈവേഴ്സും ശ്രദ്ധിക്കാം. എതിരെ വരുന്നവർ അപകടകാരികളാണ്. അപ്പൊ നമ്മൾ എന്ത് ചോദിച്ചാൽ അവരെയും കൂടി ശ്രദ്ധിച്ചിട്ടായിരിക്കും നമ്മൾ ഓരോ ഡ്രൈവിംഗ് മുന്നോട്ട് പോകുന്നത്. ഈഗോ പാടില്ല. എവിടെയെങ്കിലും ഒരു ട്രാഫിക് ജാം കണ്ടു എന്ന് വിചാരിക്കും. കേരളത്തിലെ അവസ്ഥ എന്താണ്? കേരളത്തിലെ അവസ്ഥ എന്താ വെച്ചാൽ ഒരു വണ്ടി ഫ്രണ്ടിൽ ഒരു വണ്ടി ബ്രേക്ക് ചെയ്ത് നിർത്തിയിരിക്കുന്നു, പുറകിൽ നിർത്തിയിരിക്കുന്നു. അത് കഴിഞ്ഞ് അതിന്റെ പുറകെ വന്ന ഏതെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ ഓവർടേക്ക് ചെയ്ത് മുന്നിൽ പോയി അവിടെ ഇതിനേക്കാൾ വലിയ ബ്ലോക്ക് ഉണ്ടാക്കും. ഇനി ആ ഫ്രണ്ടിൽ നടന്ന ഒരു ആക്സിഡന്റ് ആണെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ആക്സിഡന്റിന്റെ അവിടേക്ക് ആംബുലൻസിന് പോകാൻ പറ്റാത്ത അവസരം ഉണ്ടാക്കിയിട്ട് ഇവിടെ മുഴുവൻ എല്ലാവരും ചെന്ന് അടഞ്ഞ് അവിടെ നിന്നിട്ട് ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടേക്ക് ഒരു വാഹനത്തിന് അങ്ങോട്ട് ഒരു അത്യാവശ്യത്തിന് ഒരു വാഹനത്തിന് പോകാൻ പറ്റാത്ത നിലയിൽ ഈ കുതിരാനിലൊക്കെ പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് അത്. ഏത് സമയത്ത് നോക്കുമ്പോൾ ഒരു ആക്സിഡന്റ് വന്നു കഴിഞ്ഞാൽ അപ്പോഴേക്കും നമുക്കൊന്നും ക്ഷമയില്ല. അതാ ലൈൻ 1 by 1 ആയിട്ട് നിന്നാൽ മതി. ആ 1 by 1 ആയിട്ട് നിൽക്കുന്നതിന് പകരം അപ്പോഴേക്കും ഈ സൈഡിൽ കിട്ടിയ ഒരു ഗ്യാപ്പിലൂടെ കയറ്റി കൊണ്ടുപോയി അത് അവിടെ നിന്ന് പോലീസിന് കാര്യമായി ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എത്ര പോലീസ് വേണ്ടവരും. അപ്പൊ നമ്മളവിടെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം, അവിടെ എന്താണ് സംഭവിച്ചേക്കണെന്ന് അറിയില്ല. എതിരെ പോകേണ്ട വണ്ടി പോകാനുള്ള സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഓരോരുത്തരും വിചാരിച്ചാൽ മതി. ഇങ്ങനൊന്നും സംഭവിക്കില്ല. അതും ഇതിന്റെ ഒരു ഡ്രൈവിംഗ് സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഡ്രൈവിംഗ് സംസ്കാരം അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അങ്ങനെ ഒരു നല്ലൊരു സംസ്കാരമുള്ള ജനതയെ നമുക്ക് വാർത്തെടുക്കാൻ പറ്റിയാൽ അത് നമുക്ക് കിട്ടുന്ന കേരളത്തിനോ ഇന്ത്യക്കോ കിട്ടുന്ന ഒരു ഭാഗ്യമായിരിക്കും. നമുക്ക് അതിലേക്ക് എത്താൻ പറ്റും. അത് വളർന്നു വരുന്ന കുട്ടികൾ തന്നെ അതിലേക്ക് എത്തട്ടെ. ട്രാഫിക് റൂൾസ് പഠിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ റൂൾസ് പഠിക്കൽ മാത്രമല്ല, അത് ഹൃദ്യസ്ഥമാകുക. ഇത് നമ്മൾക്ക് വേണ്ടതാണെന്നുള്ളൊരു വിചാരം നമ്മൾ പഠിക്കുന്നത് മാർക്ക് കിട്ടാൻ വേണ്ടി പഠിച്ചിട്ട് നമുക്ക് ഒന്നും ജീവിതത്തിൽ പകർത്തേണ്ടതാണ് പഠിപ്പിക്കേണ്ടത്. നമ്മൾ ഇതുവരെ ജീവിതത്തിൽ പകർത്തേണ്ട പലതും നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. ഏത് സ്കൂളിൽ നമ്മൾ നോക്കിയോ, ഞാൻ പഠിച്ചു വന്നപ്പോഴും നിങ്ങൾ പഠിച്ചു വന്നപ്പോഴും ഇപ്പോഴും ജീവിതത്തിൽ പകർത്തേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതിനായിരിക്കണം മുൻഗണന കൊടുക്കേണ്ടത് സ്കൂളിലൊക്കെ. അപ്പൊ അങ്ങനെ ഒരു നല്ലൊരു ട്രാഫിക് സംസ്കാരം സ്കൂളിലൂടെയെങ്കിലും വളർന്നു വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. ഷാജഹാൻ എന്ന് പറയാം. ഷാജഹാൻ ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു. അവർക്ക് ബോധം കിട്ടിയെന്ന് വിചാരിക്കണം. നമുക്ക് ഈ ടോക്ക് ഇവിടെ അവസാനിപ്പിക്കാനായി അല്ലേ? ഇതൊന്നും കൂടുതലായി പറയാനില്ല. പ്രത്യേകിച്ച് ഒരു അഡ്വൈസ് എന്ന ഉദ്ദേശം ഇത് ഇത്രേ തന്നെയുള്ളൂ. അവസാന വരി ഇതാണ്, നല്ലൊരു ട്രാഫിക് സംസ്കാരം. ആ ട്രാഫിക് സംസ്കാരം എന്നുള്ള ഞാൻ ആ വാക്ക് ഉപയോഗിച്ചതില് എല്ലാം ഉണ്ട്.
ആ സംസ്കാരം എന്നുള്ളതിൽ എല്ലാം ഉണ്ട്. എന്തൊക്കെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല, ഓവർ സ്പീഡിൽ പോകാൻ പാടില്ല, അങ്ങനെയുള്ള A to Z കാര്യങ്ങളാണ് സംസ്കാരം എന്നുള്ളതിൽ. ആ സംസ്കാരം മനസ്സിന്റെ ഉള്ളിൽ നിന്ന് നമ്മളിൽ നിന്ന് തന്നെ വരണം. ആരെയും ഭയപ്പെട്ട് നമ്മൾ ഡ്രൈവ് ചെയ്യല്ല വേണ്ടത്. നല്ല സംസ്കാരമുള്ള ഒരു ഡ്രൈവിംഗ് ആണെങ്കിൽ എന്തുകൊണ്ട് യൂറോപ്പിലെ സംസ്കാരം നമുക്ക് വരുത്താൻ പറ്റുന്നില്ല? യൂറോപ്പിലൊക്കെ അത്ര ഭംഗിയായിട്ടല്ലേ? വേണ്ട. ഇന്ത്യക്ക് അടുത്ത് മിസോറാമില് പോകുക. മിസോറാമിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ റോഡ് ട്രാഫിക് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്ഭുതപ്പെട്ടു പോകും. ഒരാളും ഒരു ട്രാഫിക് ജാം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരാളും ഓവർടേക്ക് ചെയ്യില്ല. വളരെ ഭംഗിയായിട്ട് അവരവിടെ ബാക്കിൽ പാർക്ക് ചെയ്ത് നിൽക്കുള്ളൂ. അപ്പൊ നമുക്ക് സാധിക്കും. ഇതൊക്കെ എല്ലാം നമുക്ക് സാധിക്കുന്നതാണ്. നമ്മളുടെ ക്ഷമ, വളരെയേറെ ക്ഷമയോടുകൂടി മുന്നിൽ പോകുന്നവരും എന്റെ പിറകിൽ പോകുന്നവരും എന്നെ പോലെ തന്നെയാണ്. അവരുടെ ആഗ്രഹം അവർക്ക് വീട്ടിൽ സേഫായിട്ട് എത്തണമെന്നും അവരുടെ പിറകിലുള്ളവരെ നമ്മൾ ഉപദ്രവിക്കരുത്. ആംബുലൻസ് പോലുള്ള വാഹനങ്ങൾ വരുമ്പോൾ അതിനാണ് മുൻഗണന കൊടുക്കേണ്ടത് എന്ന് ചെയ്യാം. ഇതോടൊപ്പം വലിയവനും ചെറിയവനും രണ്ട് നിയമം എന്നുള്ള നിലയിൽ വരാതിരിക്കുക. വലിയവരും എത്ര ഉന്നതരും മന്ത്രിമാരടക്കം അവര് നമ്മളെ കാണിച്ചു തരണം. ഇതാണ് റോഡ് സംസ്കാരം. എനിക്ക് വേണ്ടി ഇവിടുത്തെ നിയമങ്ങൾ മാറ്റണ്ട. എനിക്ക് വേണ്ടി നിയമം മാറ്റണ്ട. ഞാൻ വലിയവനാണ്, പക്ഷെ ഞാൻ ആ നിയമം പാലിക്കാൻ ബാധ്യസ്ഥനാണ്. ഞാനത് പാലിച്ചേ തീരുമെന്ന് ഇവിടുത്തെ മന്ത്രിമാർ തീരുമാനിച്ചാൽ താഴേക്ക് വരും. എല്ലാവരും അതിനനുസരിച്ച് പുറകിലേക്ക് വരും. അപ്പൊ അതും നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഉയർന്ന ഉദ്യോഗസ്ഥരായാലും ചെറിയവരായാലും ആരും നമ്മൾ തുല്യരാണ്. റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഡ്രൈവേഴ്സാണ് നമ്മൾ. അപ്പൊ അവർക്ക് വേണ്ടി ആർക്കും വേണ്ടി വഴിമാറി കൊടുക്കില്ല. എങ്ങനെ നിയമങ്ങൾ വഴിമാറി കൊടുക്കില്ല എന്നുള്ള ഒരു തീരുമാനം നമ്മൾ എത്രയും വേണം. എനിക്ക് വേണ്ടി പ്രത്യേക നിയമം വേണ്ട എന്ന് ഉന്നത ഉദ്യോഗസ്ഥരും മന്ത്രിമാരടക്കം അത് പ്രാവർത്തികമാക്കണം. അത് ജനങ്ങളിലേക്ക് പകർത്തണമെന്നാണ് ഞാൻ പറയുന്നത്. പണ്ടൊക്കെ നമ്മളൊക്കെ നടന്നു പോയിരുന്നില്ലേ സ്കൂളിലൊക്കെ? ഇന്ന് എല്ലാവർക്കും വാഹനമാണ് അല്ലെ? സൈക്കിൾ എങ്കിലും ഇല്ലാത്ത പിള്ളേരില്ല. അതും കേരള സൈക്ലിംഗ് ആണ് അല്ലെ? എല്ലാവരും ഗ്രൂപ്പായിട്ടൊക്കെ ഇങ്ങനെ വഴി തടഞ്ഞിട്ടാണ്. അതിനെ പറ്റിയുള്ള അഭിപ്രായം പറഞ്ഞു ഷാജിയുടെ. എന്താണ് സ്കൂൾ പിള്ളേര് പോണല്ലോ റോട്ടിൽ കൂടെ ഇങ്ങനെ നിരന്നിട്ടാണ് പോവുക. അപ്പൊ ബാക്കിൽ വരുന്ന വണ്ടികൾ ശ്രദ്ധിക്കണില്ല. അപ്പൊ അതാണ് നമ്മൾ ഈ സ്കൂളില് റോഡിലെ ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഈ അവയർനെസ് നടത്തണമെന്ന്. നമ്മൾ സ്കൂളിലും അധ്യാപകർക്ക് പറഞ്ഞു കൊടുക്കാവുന്ന ഒരു കാര്യമാണ്. അധ്യാപകർക്ക് അതിന് പ്രത്യേകിച്ച് സിലബസ് പോലും വേണ്ട. സിലബസ് ഇല്ലാതെ തന്നെ അവർക്ക് പറയാവുന്ന കുറെ കാര്യങ്ങൾ അസംബ്ലിയിൽ പറയാം. അസംബ്ലിയിൽ നമുക്ക് അങ്ങനെ ഒരു കരാറ് നമുക്കുണ്ട്. നമ്മളൊരു ആക്സിഡന്റ് വന്നു കഴിഞ്ഞാൽ അതിന് തൊട്ടുള്ള ദിവസങ്ങളിൽ കൂടുതൽ പരിശോധനകൾ നടത്തി അതുമായിട്ട് ബന്ധപ്പെട്ടവര് നമ്മൾ ഒരാഴ്ച കഴിയുമ്പോൾ അത് മറക്കും. അതല്ല, തീർച്ചയായിട്ടും സ്കൂളുകളിൽ നിന്ന് തുടങ്ങണം. ചെറിയ കുട്ടികളിൽ നിന്ന് തുടങ്ങി ഇവരുടെ സംസ്കാരം, ഇപ്പോഴുള്ള സംസ്കാരം അല്ല റോഡിൽ വേണ്ടത്. റോഡ് ക്രോസ് ചെയ്യുന്ന, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, റോഡ് ക്രോസ് ചെയ്യുന്നതിന്, നടക്കുന്നതിന് എല്ലാറ്റിനും വലതുവശത്ത് കീപ്പ് ചെയ്ത് നടക്കണം എന്ന് നമ്മൾ പ്രത്യേകം പറയുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ വലതുവശം കീപ്പ് ചെയ്ത് നടക്കുക. അപ്പൊ തീർച്ചയായിട്ടും വലതുവശം കീപ്പ് ചെയ്ത് നടക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വലതുവശം കീപ്പ് ചെയ്ത് നടക്കുന്നത് എതിരെ നിന്ന് വരുന്ന വാഹനം നമ്മുടെ അടുത്തുകൂടെയാണ് പോവുക. എതിരെ നിന്ന് വരുന്ന വാഹനം നമ്മളുടെ അടുത്തുകൂടെ പോകും. അപ്പൊ എതിരെ നിന്ന് വരുമ്പോൾ നമ്മൾ മുന്നോട്ട് നടക്കുമ്പോൾ നമ്മൾ വലതുവശമാണ് കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കതിനെ കാണാം അടുത്തുകൂടെ പോകുന്നത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒന്ന് പതുക്കെ ഒതുങ്ങി നിൽക്കുക, അല്ലെങ്കിൽ നമ്മൾ ഇത്ര അടുത്തുകൂടെയാണ് പോകുന്നത് മനസ്സിലാവും. നേരെ മറിച്ച് നമ്മൾ ഇടതുവശത്തു കൂടെയാണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ എന്ത് വരും അറിയോ? നമ്മുടെ പിറകിലൂടെ വരുന്ന വാഹനമാണ് നമ്മുടെ അടുത്തുകൂടെ പോവുക. പിറകിലൂടെ വരുന്ന വാഹനം നമ്മൾ ഇടതുവശത്തു കൂടെ നടന്നു പോകുന്നതിന്റെ അടുത്ത് നമ്മുടെ അടുത്തുകൂടെ പിറകിൽ നിന്നൊരു ഒബ്ജക്റ്റ് വരുമ്പോൾ നമ്മളെ സംബന്ധിച്ചത് ഭയപ്പാടുണ്ടാക്കുകയും അത് എത്രമാത്രം അടുത്തുകൂടെയാണ് വരുന്നതെന്ന് നമുക്ക് അറിയാതെ പോകും. വലതുവശത്തു കൂടെ ആകുമ്പോൾ ഈ ഒരു ഗുണമുണ്ട്. നമ്മൾ വലതുവശത്തു കൂടെ പോകുന്നു, എതിരെ നിന്ന് വരുന്ന വാഹനം നമ്മളുടെ അടുത്തുകൂടെയാണ് പോവുക. പിറകിലൂടെ വരുന്നത് മറ്റേ സൈഡിലൂടെയാണ് പോവുക. അപ്പൊ ആ ഒരു സൗകര്യം അതിലുണ്ട്. അപ്പൊ എപ്പോഴും വലതുവശം കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. സീബ്ര ലൈനിലൂടെ ക്രോസ് ചെയ്യാൻ മാത്രം ശ്രദ്ധിക്കുക. സീബ്ര ലൈനിൽ
പെഡസ്ട്രിയൻസിന് സാധാരണക്കാർക്ക് നടന്നു പോകാനുള്ള അധികാരമുള്ള ഒരു ഭാഗമാണ് ഈ സീബ്ര ലൈൻ. കാർ ഡ്രൈവേഴ്സിനല്ല അധികാരം അവിടെ, പെഡസ്ട്രിയൻസിന് റോഡ് ക്രോസ് ചെയ്യാനുള്ള അധികാരമുള്ള സ്ഥലം ആണ് ഈ സീബ്ര ലൈൻ. ആ കാര്യം ഡ്രൈവർമാരും ഓർത്തിരിക്കുക. ഡ്രൈവർമാര് ഓർക്കേണ്ട ഒരു പ്രത്യേക കാര്യമാണത്. സീബ്ര ലൈൻ അതിനുവേണ്ടി വരച്ചു വെച്ചിരിക്കുന്നതാണ്. അപ്പൊ അവിടെ അവർക്കും പോകേണ്ടതുണ്ട്, നമ്മൾക്കും പോകേണ്ടതുണ്ട് എന്ന് വെച്ചിട്ട് അധികാരമുണ്ടെന്ന് വെച്ച് സീബ്ര ലൈനിലൂടെ എപ്പോഴും പോകാന്നല്ല. പക്ഷെ മറ്റൊരു റോഡിലൂടെ മറ്റൊരു ഭാഗത്ത് കൂടെ ക്രോസ് ചെയ്യുന്നേക്കാളും നമ്മൾക്ക് അർഹതപ്പെട്ട ഒരു ഭാഗമാണ് ഈ സീബ്ര ലൈൻ. അപ്പൊ സീബ്ര ലൈൻ വരുമ്പോൾ ഡ്രൈവേഴ്സ് ശ്രദ്ധിക്കുന്നു, നമ്മൾ അതിനനുസരിച്ച് റോഡ് ക്രോസ് ചെയ്യുന്നു. അതും നല്ല ഒരു സംസ്കാരമായിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് ഈ റോഡ് സംസ്കാരം എന്ന് ഞാൻ പറഞ്ഞത്. ആ റോഡ് സംസ്കാരം, നല്ല റോഡ് സംസ്കാരത്തിൽ ഇതൊക്കെ പെടും. പ്രത്യേകിച്ച് ഞാൻ ഓരോന്നും എടുത്ത് പറയേണ്ട, കാരണം എല്ലാവർക്കും അറിയാം, ഇതൊക്കെ എല്ലാവർക്കും അറിയണ ഒരു കാര്യമാണ്. പക്ഷെ ആരും ഇതൊക്കെ ലാഘവമാണ്, നമുക്ക് വളരെ ലാഘവമായിട്ട് നമ്മൾ ഇതൊക്കെ തള്ളിക്കളയുന്നു. അത് അങ്ങനെ പാടില്ല എന്ന് വീണ്ടും വീണ്ടും ഞങ്ങൾ ഉണർത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിലൂടെയും എനിക്ക് പറയുവാനുള്ള അത് മാത്രമേ ഉള്ളൂ. എന്തിനാ വെറുതെ നമ്മളൊരു ആപത്ത് വരുത്തി വെക്കുന്നത്? എന്റെ ജീവൻ പോയാൽ ഒരുപക്ഷെ എന്റെ ഭാര്യയുടെയും മക്കളുടെയും നഷ്ടമായിരിക്കും. പക്ഷെ എന്നിലൂടെ മറ്റുള്ളവൻ ഒരു ദിവസം ആശുപത്രിയിൽ പോകാതെ അവന്റെ ഒരു മണിക്കൂർ നഷ്ടപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എനിക്ക് അതിനുള്ള അർഹതയില്ല. എന്നെക്കാളും വലിയ സൗകര്യം അവർക്കാണ് അതിന്റെ മുൻഗണന. എന്റെ ജീവിതം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ഞാനാണ്. അപ്പൊ അതുപോലെ തന്നെ അയാളുടെ ജീവിതം ഞാൻ മൂലം നഷ്ടപ്പെടുത്തരുത് എന്നുള്ളൊരു വിശ്വാസത്തോടെ വിചാരം നമുക്കുണ്ടായാൽ നമ്മളെ മറ്റാരെ ഉപദ്രവിക്കാൻ നമ്മൾ പോവില്ല. കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് ആ ഒരു വിചാരം ഉണ്ടാവണം. ഞാൻ മൂലം റോഡില് എന്റെ കാറ് ഞാൻ പാർക്ക് ചെയ്തത് മൂലം മറ്റൊരാളുടെ കാറിന് യാത്ര ചെയ്യാൻ അല്ലെങ്കിൽ മറ്റൊരു വാഹനത്തിന് യാത്ര ചെയ്യാൻ തടസ്സമില്ല എന്നുള്ള ഉറപ്പാക്കുന്ന സ്ഥലത്തെ ഞാൻ കാർ പാർക്ക് ചെയ്യാൻ പാടുള്ളൂ. പാർക്കിംഗ് സംസ്കാരം ഇല്ല നമുക്ക്. പലയിടത്തും എവിടെ വേണമെങ്കിലും നമ്മൾ അത് പാർക്ക് ചെയ്യുന്നു. തൊട്ടടുത്ത ഷോപ്പിൽ പോയി നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകണു. അത് പാർക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണോ? മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുമോ? ഇതുവഴി വേറെ കാർ പോകുമ്പോൾ അല്ലെങ്കിൽ മറ്റു വാഹനങ്ങൾക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ടാവുമോ എന്ന് നമ്മൾ ആരും ചിന്തിക്കാറില്ല. കുറച്ച് ദൂരമാണെങ്കിലും കുറച്ച് സൗകര്യപ്രദമായ സ്ഥലത്ത് നമ്മൾ പാർക്ക് ചെയ്യണം. കാരണം നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിലേക്കാണ് വരുന്നത്. ഞാൻ സൈക്കിളിന്റെ കാര്യത്തിലേക്ക് വന്നു. നമ്മളൊക്കെ നടന്നവരാണ്. നമ്മുടെ പൂർവികര് മുഴുവൻ കിലോമീറ്ററുകളോളം നടന്നവരാണ്. അല്ല, നമ്മൾക്ക് ഒരു 10 മീറ്റർ അകലെ അല്ലെങ്കിൽ 25 മീറ്റർ അകലെ ആ കാർ പാർക്ക് ചെയ്തിട്ട് ആ ടൗണിലേക്ക് ഒന്ന് നടന്നു വരാ എന്നുള്ള സംസ്കാരം എന്തുകൊണ്ട് നമുക്ക് പറ്റുന്നില്ല? നമ്മൾ പറ്റണം. രണ്ട് കാര്യമാണ്. ഒന്ന്, ഫിസിക്കലി നമ്മൾ ഫിറ്റാവും. നമുക്കൊന്ന് നടന്നു എന്നാവും, നമ്മൾ ഫിസിക്കലി ഫിറ്റാവും. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണ്ടായിരുന്നു. ഞാൻ എന്റെ വീട്ടിൽ നിന്ന് കാർ എടുത്ത് കൊണ്ടുപോയി അല്ലെങ്കിൽ എന്റെ വാഹനം മൂലം മറ്റൊരാൾക്ക്, നടന്നു പോകുന്നവർക്ക്, മറ്റൊരു വാഹന യാത്രികർക്ക് ആർക്കും ഒരു അപകടവും വരുത്തില്ല, അവർക്കൊരു വിഷമം പോലും എന്നിൽ നിന്നുണ്ടാവില്ല എന്നുള്ളൊരു വിചാരമുണ്ടെങ്കിൽ നമ്മൾ പാർക്ക് ചെയ്യാനും ശ്രദ്ധിക്കും. ഒരുപക്ഷെ നിങ്ങൾക്ക് പോലും ഞാനിപ്പോ പറഞ്ഞപ്പോഴേക്കും ഓർക്കാം, ഞങ്ങൾ പാർക്ക് ചെയ്യണോടത്ത് അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്രദ്ധിക്കും. നാളെ ആരായാലും അത് ശ്രദ്ധിക്കരുത്. പാർക്കിംഗ് സംസ്കാരം വളരെ വലുത് തന്നെയാണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും മിസ്റ്റർ ഷാജഹാൻ പറഞ്ഞ കാര്യം. നമ്മളെല്ലാവരും ബോധവൽക്കരിക്കണം. ബോധം ഉണ്ടാവണം. ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ വീട്ടിൽ നിന്നേ ബോധം വേണം, അല്ലെ? ഞാൻ ഡ്രൈവ് ചെയ്യാൻ പോവുകയാണ്, അറ്റ്ലീസ്റ്റ് സൈക്കിൾ ഓട്ടുമ്പോൾ അല്ലെ ശ്രദ്ധിക്കണം. നടന്നു പോണവരും ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മളെ ജീവൻ മാത്രല്ല മറ്റുള്ളവരെ ജീവനും കൂടെ നോക്കിയിട്ടാണ് നമ്മൾ പുറത്തു പോകുന്നത്. മറ്റുള്ളവരുടെ ജീവനാണ് നമ്മളെ മറ്റുള്ളവരുടെ ജീവനാണ്. ഒരു മിനിറ്റ്, അത് ഞാൻ പറയുന്നു. മറ്റുള്ളവരുടെ ജീവനാണ് നമ്മളെക്കാൾ വലുത് നമ്മളെപ്പോഴും വിചാരിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്റെ ജീവൻ വലുത് തന്നെയാണ് എനിക്ക്, പക്ഷെ എന്റെ ജീവനേക്കാൾ വലുതാണ് മറ്റുള്ളവരുടെ ജീവൻ എന്ന് നമ്മൾ വിചാരിച്ചാൽ നമ്മൾ ഒരു അഹങ്കാരത്തിനോ ഒരു തെറ്റോ നമ്മളിൽ നിന്നുണ്ടാവില്ല. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക. വല്ലതും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ അമർത്തുക.
ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും കാണുന്നതിനു വേണ്ടി. ബായ്.